ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ ഉണക്കച്ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂട് ചോറിനൊപ്പം കഴിക്കാനായിട്ട് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് അടിക്കണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 1/4 കിലോയാണ്. അതിന് വേണ്ടിയിട്ടുള്ള നൈസായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്തിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ചൂടായി വരുമ്പോൾ അതിലോട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. അത്യാവശ്യം വാടാനുള്ള ഓയിൽ നമ്മൾ ചേർത്തിട്ട് കൊടുക്കണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം വലുപ്പത്തിലുള്ള 4 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നൈസായിട്ട് തന്നെ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സവാള ഇട്ടെടുക്കാം. അല്ല കുറച്ച് മസാല വേണമെന്നുണ്ടെങ്കിൽ സവാള ഒന്ന് കുറച്ച് കൊടുക്കുകയും ചെയ്യാം. ഞാനിവിടെ 4 സവാളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തുകൊണ്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ട് വഴറ്റിയെടുക്കാൻ നോക്കുക. ഇനി ഇത് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് വണ്ണം കൂടി പോയാൽ സവാള ഒരിക്കലും നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതല്ല. അപ്പോൾ നമുക്ക് ഒരു കറിയുടെ ആ ഒരു സ്റ്റൈലിലായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നൈസായിട്ട് തന്നെ സവാള അരിഞ്ഞിട്ട് എടുക്കാൻ നോക്കുക. ഇനി ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. പിന്നെ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് റോസ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പം നമ്മൾ എണ്ണയിൽ മാത്രമാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടാണ് നമ്മളിത് മിക്സാക്കി എടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മസാല എല്ലാം മിക്സാക്കി നല്ലൊരു സ്മെല്ലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതിലോട്ട് ചെമ്മീൻ ചേർത്തിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ നോക്കുക. ഇനി നമ്മളുടെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ വെള്ളമെല്ലാം വാർന്നെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കണം. ഒരു 1/4 കിലോയ്ക്ക് ചെമ്മീൻ വേണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. കൂടുതൽ സവാള ആയപ്പോയിൽ കുറച്ച് ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ചെമ്മീൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാം എടുക്കാൻ നോക്കുക. നൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ ഇത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റൗവിൽ വെച്ചേക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും, വെന്ത് കിട്ടത്തുമില്ല കേട്ടോ. ഉള്ളു വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വരെ നമുക്ക് ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. ഇനിയിപ്പോൾ അടുപ്പൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കുക. ഇടയ്ക്കൊന്ന് നമ്മൾ മൂടി തുറന്നതിന് ശേഷം നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ നന്നായി പഴുത്തിട്ടുള്ള തക്കാളി ഒരെണ്ണം എടുക്കുക. അത് നന്നായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ലൊരു റെഡ് കളർ കിട്ടാനായിട്ട് കശ്മീരി മുളക് പൊടി ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തിട്ട് കൊടുക്കുക. നമുക്ക് നല്ലൊരു റെഡ് കളറിൽ ചെമ്മീൻ റോസ്റ്റ് കിട്ടാനായിട്ട് ലാസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കശ്മീരി മുളക് പൊടി ചേർത്തിട്ട് കൊടുക്കുക. ഇനി ഈ ഒരു തക്കാളിയുടെ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കേണ്ട. തക്കാളിയുടെ ആ ഒരു നീരൊക്കെ ഇതിലോട്ട് ഇറങ്ങി വരുമ്പോൾ അതെല്ലാം ചേർത്തിട്ട് നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം ഒന്നും കൂടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി നമ്മൾ മൂടിയെല്ലാം തുറന്നിട്ട് വെള്ളം എണ്ണയെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കുക.
സവാളയുടെയും തക്കാളിയുടെയൊക്കെ ആ ഒരു നീര് ഇറങ്ങി വന്നിട്ട് അതിലാണിത് വേവിച്ചിട്ടെടുക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഊണിൻ്റെ കൂടെ ആയാലും നമ്മൾ നല്ല ചൂടുള്ള കഞ്ഞിൻ്റെ കൂടെ ആയാലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. നല്ലൊരു ഉണക്ക ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലോട്ട് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. റോസ്റ്റായി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓഫാക്കി വെക്കുക. അപ്പോൾ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കുക. കൂടെ തന്നെ ബെല്ലൈക്കും കൂടി ഒന്ന് അമർത്തിയേക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. മുമ്പുള്ള വീഡിയോസ് എല്ലാം ഒന്ന് കാണണേ. അതുപോലെ ഷോർട്സിലും ഒന്ന് കണ്ട് ലൈക്ക് ചെയ്തേക്കുക. ലാസ്റ്റായിട്ട് നമ്മൾ കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂടെ ഇടണമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിച്ചപ്പോ കറിവേപ്പില ആഡ് ചെയ്തിട്ടില്ല. കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതും കൂടി നിങ്ങൾ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാത്ത. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്കും കൂടി ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്ത വ്യത്യസ്തമായ വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ.